മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആചരിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് 3 വിചിന്തനങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ കണ്ണുനീരൊപ്പുന്ന അമ്മയാണ്. കണ്ണുനീർ താഴ്വരയിൽ വീണുപോയ ജീവിതങ്ങളെ തൻ്റെ വാത്സല്യമൂറുന്ന കരങ്ങളാൽ അമ്മ കോരിയെടുക്കുന്നു. മനോഹരമായ ഒരു കഥയുണ്ട്. സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്വർണ്ണ കിരീടം നിർമ്മിക്കുവാൻ പിതാവായ ദൈവം തീരുമാനിച്ചു. ഈ കിരീടത്തിൻ്റെ നിർമ്മാണം അവിടുന്ന് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ ഏൽപ്പിച്ചുവെന്നാണ് ഈ കഥയിൽ പറയുന്നത്. മിഖായേൽ മാലാഖ മറ്റ് ദൂതന്മാരെ എല്ലാവരെയും കൂട്ടി പരിശുദ്ധ അമ്മയ്ക്ക്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയ്ക്ക് കിരീടം നിർമ്മിക്കുവാനുള്ള കിരീടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. വളരെ വേഗത്തിൽ തന്നെ കിരീടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചന സമിതി നടന്നുകൊണ്ടിരിക്കെ ഒരു മാലാഖ ഒരു അഭിപ്രായം പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ കിരീടത്തിൻ്റെ ഒത്ത നടുക്ക് പതിക്കുന്ന മുത്ത്, അതിനൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം. പല മാലാഖമാരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അങ്ങനെ ഏറ്റവും നല്ല ഒരു മുത്തിനു വേണ്ടി ഉള്ളൊരു മത്സരം അവിടെ സ്വർഗത്തിൽ ക്രമീകരിക്കപ്പെടുകയാണ്. മാലാഖമാരെല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോയി പല തരത്തിലുള്ള മുത്തുകൾ കൊണ്ടുവന്നു. രത്നങ്ങൾ, പവിഴങ്ങൾ, വൈഢൂര്യങ്ങൾ, ഇങ്ങനെ പലതും അവർ കൊണ്ടുവരികയുണ്ടായി. എന്നാൽ അതൊന്നും ഈ ശില്പി അത്ര തൃപ്തനായില്ല. അതിലൊന്നും ശില്പി അത്ര തൃപ്തനായില്ല. മിഖായേൽ മാലാഖയ്ക്ക് അത്ര തൃപ്തി വന്നില്ല. ഒരു കുഞ്ഞു മാലാഖ ഈ മുത്ത് അന്വേഷിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ഈ മാലാഖ ഭൂമിയിലൂടെ ഇങ്ങനെ നടന്ന് പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ നടന്നു. ഇപ്പോൾ മാലാഖ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഒരു പാടവരമ്പിലൂടെ മനോഹരമായ ഒരു വീട്ടിലേക്ക് ഈ മാലാഖ കടന്നു ചെല്ലുകയാണ്. അവിടെ ഒരു കുടിൽ, ആ കുടിലിന് മുമ്പിൽ ഒരു അമ്മ ഇരുന്ന് വളരെ സങ്കടപ്പെടുന്ന ഈ മാലാഖ ശ്രദ്ധിച്ചു. ആ അമ്മയുടെ ഏക മകൻ സൈനിക സേവനത്തിനായി പോയതായിരുന്നു. ആ മകൻ ആകസ്മികമായി ഒരു യുദ്ധത്തിൽ മരിച്ച വാർത്ത കേട്ട് അമ്മ വിതുമ്പി കരയുന്ന സമയത്തായിരുന്നു ഈ മാലാഖ അവിടെ ചെന്നത്. അങ്ങനെ ഈ മാലാഖ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർ മുത്തെടുത്ത് സ്വർഗത്തിലേക്ക് പറന്നുവെന്നും ആ കണ്ണുനീർ മുത്ത് പരിശുദ്ധ അമ്മയുടെ ഒത്ത കിരീടത്തിൽ പതിക്കാനുള്ള ഏറ്റവും നല്ല മുത്തായി വിശുദ്ധ മിഖായേൽ മാലാഖയും മറ്റ് സ്വർഗീയ ദൂതന്മാരെല്ലാം തിരഞ്ഞെടുത്തുവെന്നും അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കിരീടത്തിൽ പതിച്ചുവെന്നുമാണ് ഈ കഥയിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മനോഹരമായ കഥയിലൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ മുത്ത് പരിശുദ്ധ അമ്മയുടെ തങ്കക്കിരീടത്തിൻ്റെ മണിമുത്തുകളാണ്. അതാണ് അമ്മയ്ക്ക് അലങ്കാരമായി അമ്മയുടെ കിരീടത്തിൽ അമ്മ ചാർത്തി കൊടുക്കുന്നത്. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ഓരോ സങ്കടങ്ങളും വേദനകളും സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ പുണ്യ ദിവസം നമ്മൾ ഓർപ്പിക്കുകയാണ്. നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ ജനിച്ചത്. പരിശുദ്ധ അമ്മയുടെ ജനനം തന്നെ ഈശോയ്ക്ക് ജന്മം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ലോക പാപങ്ങളും മനുഷ്യൻ്റെ ദുഃഖങ്ങളും മനുഷ്യൻ്റെ ബന്ധനങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ ലോകത്തിലേക രക്ഷകനായി വന്ന യേശുവിന് ജന്മം കൊടുക്കുവാനായി ജനിച്ച പരിശുദ്ധ കന്യകാമറിയവും നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ്. വീണ്ടും അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന അമ്മയാണ്. പരിശുദ്ധ പിതാവിനെക്കുറിച്ചൊരു ഗാനം ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ വളർത്തിയ ഒരു മകനായിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമ്മൾ വിശേഷിപ്പിക്കുക. ആ ഗാനം എഴുതിയപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങളിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ടല്ലോ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിലാണ് പഠിക്കേണ്ടത്. അമ്മ നമ്മളെല്ലാം പഠിപ്പിക്കുന്ന അമ്മയാണ്. അമ്മ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന അമ്മയാണ്. അവിടെ കുറിച്ച് വെച്ച വരികൾ ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മതൻ വിദ്യാലയത്തിൽ പഠിച്ചു വളർന്ന പിതാവേ, ബാല്യകാലത്തിലെ ബാലപാഠങ്ങളിൽ ജപമാല ചേർത്തു പിടിച്ചു, അങ്ങ് അമ്മയെ കൂട്ടുപിടിച്ചു. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് തന്നെയാണ്. ബാല്യകാലത്തിലെ ഒരുപാട് വേദനിപ്പിക്കുന്ന ബാലപാഠങ്ങളിൽ, അനാഥത്വത്തിൽ, ദുഃഖങ്ങളിൽ, വലിയ അപകടങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയെ ജപമാല ചേർത്ത് പിടിച്ച ഒരു പരിശുദ്ധ പിതാവിനെയാണ് അവിടെ നമ്മൾ ധ്യാനിക്കുക. പാറമടയിൽ നിന്ന് പത്രോസിൻ്റെ സിംഹാസനത്തോളം അദ്ദേഹം എത്തിച്ചേരുമ്പോഴും ആ ജപമാല അദ്ദേഹത്തിന് കൂട്ടിനുണ്ടായിരുന്നു. 1982 വലിയ അപകടത്തിൽ അദ്ദേഹം സംരക്ഷിക്കപ്പെട്ടതും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ
പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന അമ്മയാണ്. എല്ലാ കാര്യങ്ങളും അമ്മ നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ അമ്മ നമുക്കായി വാങ്ങിത്തരും. ആ സഹീയോൻ ശാലയിൽ അപ്പസ്തോലന്മാർ അവർ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ അവിടെ വലിയ ഒരു കൊടുങ്കാറ്റടിക്കുന്ന ഒരു അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് അവിടെ വർഷിക്കപ്പെടുകയാണ്. തൻ്റെ പ്രിയ മണവാട്ടിയെ 50 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ഉപവാസത്തോടെ യേശുവിൻ്റെ ഈ അപ്പസ്തോലന്മാരോടുകൂടി ഇരിക്കുന്ന ആ തൻ്റെ മണവാട്ടിയെ കണ്ടപ്പോൾ പരിശുദ്ധ റൂഹ ശക്തിയായി ആവസിക്കുകയും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പെന്തക്കുസ്തായുടെ ഒരു അനുഭവം സംജാതമാവുകയും ചെയ്തു. ഇന്നും പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിലൂടെയാണ് അമ്മ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി, പരിശുദ്ധ അമ്മ നമ്മളെ സംരക്ഷിക്കുന്ന അമ്മയാണ്. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മ നമ്മളെ സംരക്ഷിക്കും എന്നുള്ളത് ഈ ദിവസത്തിൻ്റെ ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ അപകടങ്ങൾ അനുദിനം, എത്രയോ അപകടകരമായ സാഹചര്യങ്ങളിലൂടെ ഓരോ നിമിഷവും നമ്മൾ കടന്നു പോകുന്നു. വിശുദ്ധാത്മാക്കളുടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സംരക്ഷിക്കുന്ന അമ്മയാണ് എന്ന് അവർ ഏറ്റുപറയുന്നുണ്ട്. നിരവധിയായ അനുഭവങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം വിശുദ്ധാത്മാക്കളെല്ലാവരും ഏറ്റുപറയുന്നുണ്ട്. വിശുദ്ധ ബെർണാദ് പ്രാർത്ഥിക്കുന്നത് പോലെ, എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരെ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ഇന്നോളം ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. ഈ ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ, എല്ലാവിധ ആപത്തുള്ള അപകടങ്ങളിലും നമ്മൾ ഉപേക്ഷിക്കാത്ത ആ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ പ്രാർത്ഥനയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ലോകം മുഴുവനും ആചരിക്കുകയാണ്. വിശുദ്ധ പരിശുദ്ധ കത്തോലിക്ക സഭ ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മ ഞങ്ങളുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ്. അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്ന അമ്മയാണ്. അമ്മ ഞങ്ങളെ സംരക്ഷിക്കുന്ന അമ്മയാണ്. അമ്മയുടെ ജന്മദിനത്തിന് അമ്മയ്ക്ക് ജന്മദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും മക്കളായ ഞങ്ങൾ ആശംസിക്കുന്നു. ആവേ മരിയ.